തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി സർക്കാർ അവരുടെ രാഷ്ട്രീയ എതിരാളികളെയാണെങ്കിലും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയാണെങ്കിലും അവർക്കെതിരായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവർ അതാരാണെങ്കിലും, അതിപ്പോൾ രാഷ്ട്രീയക്കാർ മാത്രമാകണമെന്നില്ല, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവർ, സാംസ്കാരികപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, അവരെ വലിയ ബുദ്ധിമുട്ടാണ് സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി സർക്കാർ. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ നിരീക്ഷിക്കുക എന്നൊരു ലക്ഷ്യം, അതും വളരെ രഹസ്യമായി നിരീക്ഷിക്കുക എന്നൊരു ലക്ഷ്യം ഇന്ന് നമ്മുടെ പോലീസിൽ ഏർപ്പെടുത്താൻ പോകുന്നു. ഒരു പഴയ MR അജിത് കുമാർ മോഡൽ, അതായത് സർക്കാരിന് അനുകൂലമല്ലാത്ത വാർത്തകൾ ചെയ്യുന്ന, സർക്കാരിനെതിരായിട്ട് വാദങ്ങൾ ഉന്നയിക്കുന്ന, സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന, അത് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും അവരെ നിരീക്ഷിക്കുക എന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസിന് ഒരു രഹസ്യ പോലീസ് സംവിധാനം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു പുതിയ ഇൻ്റലിജൻസ് രീതി, ഒരു സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇപ്പോൾ കേരള പോലീസ്. രഹസ്യാന്വേഷണം, വിവരശേഖരണം, ഇതൊക്കെയാണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇതിനകത്ത് വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയോഗിക്കുവാനാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്നുള്ളത്. പോലീസിൽ നിന്ന് തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥരെ ഇതിനകത്തേക്ക് കൊണ്ടുവരിക. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ജോലി ചെയ്ത് വിരമിച്ചവരെയാണ് ഈ പുതിയ ദൗത്യം സർക്കാർ ഏൽപ്പിക്കാൻ പോകുന്നത്. അത് ADGP, ഇൻ്റലിജൻസിൻ്റെ ADGPയുടെ നിയന്ത്രണത്തിലാണ് ഈ പറയുന്ന സിസ്റ്റം പ്രവർത്തിക്കുക. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇങ്ങനെ രഹസ്യ കണ്ണുള്ള ഒരാളുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ ഫയലൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ആ സ്റ്റേഷൻ SHOമാരായിരിക്കും. എന്നാൽ ഇതിലെ മറ്റു ചില പ്രശ്നങ്ങളെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ രഹസ്യ കണ്ണുകളുമായി എത്തിയിരുന്നാൽ പോലും ഇവരെ നിരീക്ഷിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ പേരെ വേണമെങ്കിൽ സേനയിൽ നിന്ന് തന്നെ നിയമനം നടത്തിക്കൂടെ എന്നതാണ് വരുന്ന ഒരു ചോദ്യം എന്ന് പറയപ്പെടുന്നത്. അതിനിപ്പോൾ പോലീസിൽ നിന്ന് റിട്ടയർ ആയിപ്പോയവരെ തിരികെ വിളിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷെ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് ഒരു പുതിയ തസ്തിക സൃഷ്ടിച്ചാൽ ആ തസ്തിക സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൻ്റെ നിയമനമെന്ന് പറയപ്പെടുന്നത് നമുക്ക് PSC ലിസ്റ്റിലൂടെ കൂടുതൽ പേർക്ക് ജോലി കിട്ടും. പക്ഷെ അങ്ങനെ എടുക്കാൻ കഴിയൂ, PSC ലിസ്റ്റിലൂടെ എടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇതിന് പകരം വിരമിച്ചവരെ നിയമിക്കുവാനുള്ള നീക്കമെന്ന് പറയപ്പെടുന്നത് ഇതിനകത്തേക്ക് വീണ്ടും പല വിരമിച്ചുപോയ ഇടത് നേതാക്കൾ, സഹയാത്രികർ, സഖാക്കന്മാർ, ഇവർക്ക് വിരമിച്ച ശേഷം ശമ്പളം കൊടുക്കുവാനുള്ള ഒരു തന്ത്രമാണ് CPM-ഉം പിണറായി വിജയനും രൂപീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അധിക തസ്തികകൾ ഉണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ യുവാക്കൾക്കിടയിൽ ആ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ PSC വഴി ഒരു വിജ്ഞാപനം കൊടുത്തു കഴിഞ്ഞാൽ അനേകായിരം പേരെ ലഭിക്കും. ആവശ്യമുള്ളവരെ തിരഞ്ഞെടുക്കാം. അവർക്കൊരു തൊഴിലുമാകും, യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരവുമാകും. പക്ഷെ അതല്ല ലക്ഷ്യം ഈ ക്രൈംബ്രാഞ്ച് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിരമിച്ചു പോകപ്പെട്ട പഴയ ഇടത് സഹയാത്രികരായ സഖാക്കന്മാർ, ആ സഖാക്കന്മാർ വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കണ്ട എന്നുള്ളത് കൊണ്ടും അവർക്ക് കുറച്ച് പണം കൂടി കൊടുക്കാമെന്നുള്ളത് കൊണ്ടും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും, മാത്രമല്ല അവരെപ്പോലുള്ളവരെ സേനയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പിണറായിക്ക് ഉതകുന്ന തരത്തിലുള്ള പണികൾ, പ്രവർത്തനങ്ങൾ ഈ സഖാക്കന്മാർ ചെയ്യുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഇത്തരത്തിൽ ഈ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ CPM-ൻ്റെ നിയന്ത്രണത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ പോലീസിലെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിന് ചുക്കാൻ പിടിക്കുന്ന പല നേതാക്കന്മാരും ഇതിനകത്തുണ്ട്. ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകും. ചിലപ്പോൾ ഈ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയായിരിക്കും ഇവർക്ക് പെൻഷൻ പറ്റേണ്ടി വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ പറ്റിയ പോലീസുകാരനും ഒരു തരത്തിലുള്ള വിലയും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ തിരികെ എടുത്ത് വീണ്ടും പോലീസ് കുപ്പായം കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ ഇതേ പണി മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പണിയാണോ അത് ഈ സർക്കാരിന് വേണ്ടി, പിണറായി വിജയന് വേണ്ടി ചെയ്യുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവരെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ തലപ്പത്ത് ഈ സംഘടനാ ചുമതലയിരിക്കുന്നവരും തലപ്പത്തിരിക്കുന്നവരിലും പലരും വിരമിക്കാറായി. ഇവരെയെല്ലാം വീണ്ടും പോലീസുകാരായി തുടരുവാൻ അനുവദിക്കുവാനുള്ള നീക്കമായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണേണ്ടത്.
ഇവർ ഈ പറയുന്ന പോലെ ഒരു 2 മാസത്തിനകം അല്ലെങ്കിൽ 4 മാസത്തിനകം ഏപ്രിലോടുകൂടി അല്ലെങ്കിൽ മാർച്ചോടുകൂടി പിരിയാനിരിക്കുന്ന പല സഖാക്കന്മാരുമുണ്ട്, സഖാക്കന്മാരായ പോലീസുകാരന്മാരുമുണ്ട്. ആ പോലീസുകാരന്മാരൊക്കെ പിരിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറ്റാം എന്നുള്ള ഒരു തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സഖാക്കന്മാരായ പോലീസുകാരെ വീണ്ടും വലിച്ചു കയറ്റാൻ രഹസ്യ കണ്ണുള്ള ചാരന്മാരെ നിയോഗിക്കുന്നത്, രഹസ്യ പോലീസിനെ ഉപയോഗിക്കാൻ പിണറായി വിജയൻ തയ്യാറെടുക്കുന്നത്. പിന്നെ ഇങ്ങനെ എടുക്കുന്നവർക്ക് ശമ്പളം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, പകരം ഓണറേറിയം കൊടുക്കാം. ഓണറേറിയം വ്യവസ്ഥയിൽ മാത്രമായിരിക്കും നിയമനം. പക്ഷെ അപ്പം തന്നെ ഈ കിട്ടുന്ന പെൻഷൻ തുകയുടെ ഇരട്ടി കിട്ടും. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. പിണറായി പറയുന്നു, കൊടുക്കുന്നു എന്നതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനും പറയാനും. അപ്പോൾ ഇതിനൊപ്പം തന്നെ പോലീസിൻ്റെ സൗകര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതല്ല ഉപയോഗിക്കാനുള്ളൊരു അവസരം കൂടിയാവും. ചത്താലും ഇവനൊന്നും കട്ടിലൊഴിയില്ല എന്ന് പറയുന്ന പോലെ എത്രയൊക്കെ പോലീസിൻ്റെ പണി ചെയ്ത് വിടുപണി ചെയ്ത് പിണറായിക്ക് വേണ്ടി ചെയ്യാവുന്നതിൻ്റെ എല്ലാം പരമാവധി ചെയ്ത് തീർത്താലും ഇവന്മാർ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തു പോകില്ല എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു രഹസ്യ പോലീസ് സംവിധാനം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ACP, DYSP തുടങ്ങിയവർക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ നൽകേണ്ടതെന്നുള്ളതാണ്. നിലവിലെ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഓരോ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവരിൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ ഈ രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു പുറമെയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള രഹസ്യ നിയമനങ്ങൾ നടക്കാൻ പോകുന്നത്, രഹസ്യ പോലീസിൻ്റെ നിയമനം നടക്കാൻ പോകുന്നത്. ഇവർക്ക് ശമ്പളത്തിന് പകരം പോലീസ് വെൽഫെയർ ഫണ്ടിൽ നിന്നുള്ള ഓണറേറിയം നൽകിക്കൊണ്ടായിരിക്കും ഇവരെ ചുമക്കുക. ഒരു പോലീസ് സ്റ്റേഷനിൽ 2 പേരുള്ളപ്പോൾ എന്തിനാണ് മൂന്നാമൻ എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ പോലീസ് രഹസ്യാന്വേഷണം അതീവ രഹസ്യമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് ഇൻ്റലിജൻസ് മേധാവിയിലൂടെയാണ്. എന്നാൽ ഇതിന് പകരം സർക്കാരിന് താല്പര്യമുള്ളവരെ താഴെത്തട്ടിൽ നിയമിച്ച് വിവരങ്ങൾ നേരിട്ടെടുക്കുവാനുള്ള നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. മറ്റേ ADGP വഴിയൊക്കെ വരുമ്പോഴത്തേനും അതിന് കാലതാമസം എടുക്കും. മറ്റേത് അങ്ങനെയല്ല. നമ്മുടെ ഒരു സഖാവിനെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിയമിച്ചു കഴിഞ്ഞാൽ സഖാവ് നേരിട്ട് വിളിച്ച് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതുപോലെ ആയി മാറും. അപ്പോൾ എളുപ്പമായില്ലേ പരിപാടികൾ. അപ്പോൾ ആര് എന്ത് എവിടെ എപ്പോൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ രഹസ്യാത്മകമായി അന്വേഷിച്ചിട്ട് അത് പിണറായി രാജാവിന് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ജോലിയിലേക്ക് ഇവർ എത്തപ്പെടും എന്നുള്ളതാണ്. പിന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ അടക്കമുള്ളവർ അല്ലാതെ സ്പെഷ്യൽ ബ്രാഞ്ചിലും അല്ലാതെയുമുള്ള പോലീസുകാർ അവിടെ ജോലി എടുക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. 1-2 പേർ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഇത്തരത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പണിയെടുക്കുന്നുണ്ട്. അവരെ കൂടാതെ മൂന്നാമതൊരാളെ കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഡയറക്റ്റ് എൻട്രി ആയിരിക്കും. പിണറായി വിജയൻ്റെ ഇന്നത്തെ നമുക്കറിയാലോ, MR അജിത് കുമാറിനെ പോലുള്ള പോലീസുകാരൊക്കെ പിണറായി വിജയനോട് വിനീത വിധേയരായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെ നിന്നും പുറത്തു കളയുവാൻ ഒരിക്കലും പിണറായി വിജയൻ ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല. എത്രയോ വട്ടം വേറെ ആരെങ്കിലും ആണെങ്കിൽ ചവിട്ടി പുറത്താക്കേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് എന്നുള്ളത് പലവട്ടം തെളിയിച്ച ആളാണ്. പക്ഷേ എങ്കിൽ കൂടിയും അതിനൊന്നും പിണറായി വിജയൻ തയ്യാറാകില്ല. കാരണം പിണറായി വിജയനോടുകൂടി ഇങ്ങനെ വിനീത വിധേയരായി നിൽക്കുന്നവരെ അവസാനം വരെയും സഹായിക്കുവാനുള്ള ഒരു മനസ്സ് പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ രഹസ്യാന്വേഷണ പോലീസുകാർക്കുള്ളത് എന്ന് പറയപ്പെടുന്നത് പോലീസ് സേനയെ സഹായിക്കുക എന്നൊരു ദൗത്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. ക്രമസമാധാന വിഷയങ്ങൾ, രാഷ്ട്രീയ സംഘടന സാധ്യതകളുള്ള വിഷയങ്ങൾ, ക്രിമിനൽസിനെ കുറിച്ചുള്ള വിവരങ്ങൾ, വർഗീയ സംഘർഷ സാധ്യതകൾ, തീവ്രവാദ പ്രവർത്തകരെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങി ക്രമസമാധാന ലംഘനങ്ങൾക്കും എല്ലാ സാധ്യതകളും മുൻകൂട്ടി അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വരുന്ന സംഘത്തിനുള്ള ദൗത്യമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് മേധാവിയിലേക്ക് രഹസ്യങ്ങൾ എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിയെയും കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംവിധാനമുള്ളപ്പോൾ എന്തിനാണ് മൂന്നാമതൊരു സംവിധാനം എന്നുള്ള ചോദ്യമല്ലേ ഇപ്പോൾ പ്രേക്ഷകരടക്കം ചിലപ്പോൾ ചോദിക്കുന്നത്. ഉണ്ടാകും. പോലീസിനുള്ളിലെ ഈ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ചിലാണെങ്കിലും ജില്ലാ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. മാത്രമല്ല ആ രഹസ്യാന്വേഷണങ്ങൾ പോലീസ് ADGPയുടെ കയ്യിലേക്കും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയിലേക്കൊക്കെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട്, ഇല്ലാതെ ഒന്നുമില്ല. നമ്മളെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ അങ്ങനെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് തന്നെയാണ്. പക്ഷേ നേരത്തെ DGP അറിയാതെ അന്നത്തെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാർ
പോലീസിൽ രൂപീകരിച്ചൊരു സമാന്തര ഇൻ്റലിജൻസ് സംവിധാനം അത് ഈ ചില ഇഷ്യൂസ് വന്നപ്പോൾ അതങ്ങ് പിരിച്ചുവിട്ടിരുന്നു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും നിലവിലുള്ളപ്പോഴാണ് തനിക്ക് മാത്രം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 20 പോലീസ് ജില്ലകളിലായിട്ട് 40 പേരെ 20 പോലീസ് ജില്ലകളിലായിട്ട് ഏകദേശം 40 പേരെ നോഡൽ ഓഫീസർമാരായിട്ട് അന്ന് MR അജിത് കുമാർ നിയമിച്ചിരുന്നത്. എന്നാൽ ജില്ലാ കമാൻഡ് സെൻ്ററുകളിൽ നിന്നുള്ള വിവരങ്ങൾ ADGPയുടെ ഓഫീസിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാനായിരുന്നു അന്നത്തെ ഉത്തരവ് എന്നാണ്. പക്ഷേ SP മാരുടെയും കമ്മീഷണർമാരുടെയും ഓഫീസുകളിലാണ് നോഡൽ ഓഫീസർമാരെ അന്ന് നിയമിച്ചത് എങ്കിലും ഇവരുടെ മേൽ അവർക്കന്ന് അധികാരമൊന്നും ഉണ്ടായിരുന്നു. കാരണം അവരെല്ലാം ഡയറക്റ്റായിട്ട് MR അജിത് കുമാറുമായിട്ട് ADGPയുമായിട്ട് ബന്ധമുള്ളവരായിരുന്നു. അപ്പോൾ ADGPയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു അന്ന് അവരുണ്ടായിരുന്നത്. അങ്ങനെ 40 പേരിൽ 10 പേർ SI മാരും 5 പേർ ASI മാരും ബാക്കിയുള്ളവർ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായിരുന്നു. അങ്ങനെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP പദവി അജിത് കുമാർ ഒഴിഞ്ഞതോടുകൂടിയാണ് അങ്ങനത്തെ ഒരു വിഭാഗത്തിനെ തന്നെ അതിനകത്തുനിന്നേ എടുത്തു കളഞ്ഞത്. ഇപ്പം അങ്ങനത്തെ ഒരു സംവിധാനമില്ല. അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ അന്വേഷണമൊക്കെ നടത്തി ഏതെങ്കിലുമൊക്കെ രഹസ്യാത്മക സംവിധാനങ്ങൾ കണ്ടുപിടിച്ച് നേരിട്ട് അജിത് കുമാറിന് അറിയിച്ചു കൊടുക്കുന്ന പരിപാടി ഇപ്പോൾ നമ്മുടെ പോലീസിനകത്ത് നിലവിലില്ല. പക്ഷേ സർക്കാരിൻ്റെ രാഷ്ട്രീയ എതിരാളികളെയും ഒപ്പം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരെയും രഹസ്യമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ ഈ സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള ആക്ഷേപം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ 40 പേരും അടിയന്തരമായി മാതൃ യൂണിറ്റുകൾ പോയി റിപ്പോർട്ട് ചെയ്യാൻ പിന്നീട് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ 40 പേരുണ്ടായിരുന്നല്ലോ, ഈ MR അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന 40 പേർ, ഈ 40 പേരെയും പിന്നെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് അവരുടെ മാതൃ യൂണിറ്റുകളിലേക്ക് പോയി റിപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു. ക്രമസമാധാന ചുമതലയെത്തിയ അന്നത്തെ അതിനുശേഷം വന്ന ADGP എന്ന് പറയുന്ന മനോജ് എബ്രഹാം എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിരുന്നു അങ്ങനെ നൽകിയത്. അതോടുകൂടിയാണ് എല്ലാവരും മടങ്ങിയത്. അങ്ങനെ 40 അംഗ സംഘം ഇല്ല. പിന്നെ ADGPക്ക് നേരിട്ടുള്ള നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ ADGPക്ക് ഇങ്ങനെ രഹസ്യങ്ങൾ കൈമാറി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സംവിധാനമോ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുള്ളതാണ്. സമാന്തര ഇൻ്റലിജൻസിനെതിരെ അന്ന് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്നിട്ടുള്ള നമ്മുടെ ദർവേഷ് സാഹിബ് കടുത്ത പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംവിധാനമാണ് ഇപ്പോൾ ഇതാ പുതിയ തലത്തിൽ തിരിച്ചു വരുന്നത്. MR അജിത് കുമാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP ആയിരുന്നപ്പോൾ അയാൾ നിയന്ത്രിച്ചിരുന്ന 20 യൂണിറ്റുകളിലായിട്ടുള്ള 40 പോലീസുകാരുടെ ആ സംഘത്തെ പിരിച്ചുവിടപ്പെട്ടു. എപ്പോഴാണ് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ നിന്നും മാറ്റിയ സമയത്ത് ആ പദവിയിലേക്ക് മനോജ് എബ്രഹാം എത്തിയപ്പോൾ ആ സമയത്ത് ഈ 40 അംഗ യൂണിറ്റുള്ള 40 അംഗങ്ങളെയും അവരവരുടെ മാതൃ യൂണിറ്റുകളിലേക്ക് പോയി അവിടെ ചാർജ് എടുത്തുകൊള്ളാൻ പറഞ്ഞ് പിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ അവരുടെ യൂണിറ്റുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനെയാണ് ഇതാ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പുതിയ സാഹചര്യത്തിൽ വീണ്ടും അതിനെ പൊടി തട്ടിയെടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ പക്ഷേ വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് കൂടുതൽ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അവരെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക്, ഒരു രഹസ്യ പോലീസ് സംവിധാനത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ എത്തിച്ചേരുന്നത്. ഇവിടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, അതായത് സർക്കാരിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിരാളികൾ, ഒപ്പം തന്നെ സർക്കാരിനെതിരെ നിൽക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ, സർക്കാരിനെതിരെ നിൽക്കുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വ്യക്തികളെ കണ്ടെത്തുക, അവരെ കണ്ടെത്തി രഹസ്യമായിട്ടുള്ള നീക്കങ്ങളിലൂടെ അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വളരെ രഹസ്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളൊരു തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും മൂന്നാമതും ഇവിടെ കേരളത്തിൽ ഭരിക്കാൻ കഴിയുക എന്നുള്ള തന്ത്രം മെനയുകയാണ് ഇതിലൂടെ. അല്ലാതെ മുൻപ് ADGP നിയന്ത്രിച്ചിരുന്ന 20 യൂണിറ്റുകളിലായിട്ടുള്ള 40 അംഗ പോലീസ് സംവിധാനത്തിനെ പിരിച്ചുവിടപ്പെടുകയോ അല്ലെങ്കിൽ മാതൃ യൂണിയനുകളിലേക്ക് മടങ്ങിപ്പോവുകയോ ചെയ്യുക എന്ന് പറഞ്ഞ സിസ്റ്റത്തിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിനർത്ഥം അവർക്ക്, അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന് സംരക്ഷണ കവചം ഒരുക്കുക, പിണറായി വിജയൻ അറിയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് രഹസ്യാത്മകമായി അറിഞ്ഞ് അപ്പോൾ തന്നെ, ഇനി അത് ഇൻ്റലിജൻസ് മേധാവിക്കൊക്കെ പോയിട്ട് വരേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് പോലീസ് മന്ത്രിയിലേക്ക് എത്തുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന ഒരു പുതിയ പദ്ധതിയാണ്. ഇതിനകത്തുള്ള ഗുണമെന്ന് പറയപ്പെടുന്നത് പഴയ പോലീസുകാരായിരുന്ന പല സഖാക്കന്മാരും ഉണ്ടായിരുന്നല്ലോ, അന്നത്തെ പ്രതിപക്ഷത്തെ ആയിരുന്നാലും ഇന്നത്തെ പ്രതിപക്ഷത്തെ ആയിരുന്നാലും അവരുടെ മൂക്കിടിച്ചു പൊട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ പല സഖാക്കന്മാരും പല രാഷ്ട്രീയ പാർട്ടി പല മേഖലകളിലായിട്ട് പല ജില്ലകളിലായിട്ട് തിരിച്ചിപ്പോഴും പല സഖാക്കന്മാരുമുണ്ട്. ആ സഖാക്കന്മാർ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഈ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുവാൻ വരെ തയ്യാറായിട്ടുള്ള പോലീസുകാരന്മാരെ വീണ്ടും തിരിച്ചു വിളിച്ചിട്ട്
ഓണറേറിയം നൽകി പണം കൊടുത്ത് വീണ്ടും അവരെ അതേ കുപ്പായം ഇടിയിച്ചിട്ട് അതേ ആനുകൂല്യങ്ങൾ നൽകിയിട്ട് അതേ തരത്തിലുള്ള പ്രിവിലേജുകൾ കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും രഹസ്യ പോലീസ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇത് എത്രത്തോളം അഭികാമ്യമാവുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.